الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فأعرض عمن تولى عن ذكرنا ولم يرد إلا الحياة الدنيا ذلك مبلغهم من العلم إن ربك هو أعلم بمن ضل عن سبيله وهو أعلم بمن اهتدى സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും എന്നുണർത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അവൻ ഇഷ്ടപ്പെടുന്ന ദാസന്മാരായി ജീവിക്കുവാനും മരണപ്പെടുവാനും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 53-ാം അധ്യായം അൻ-നജ്ം, അതിലെ 29-30 വചനങ്ങളാണ് ഞാൻ ഓതിവെച്ചത്. അതിൻ്റെ അർത്ഥം ഫഅരിദ്, പ്രവാചകരെ അങ്ങ് തിരിഞ്ഞു കളയുക. അമ്മൻ തവല്ല അൻ ദിക്രിന, നമ്മളെ സംബന്ധിച്ചുള്ള ഓർമ്മയിൽ നിന്ന്, സ്മരണയിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞവരെയും വിട്ട് അങ്ങ് തിരിഞ്ഞു കളയുക. വലം യുരിദ് ഇല്ലൽ ഹയാത്തദ് ദുനിയ, ഐഹിക ജീവിതത്തെ മാത്രം ലക്ഷ്യം വെച്ചവരും നമ്മുടെ സ്മരണയിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞവരുമായ ആളുകളിൽ നിന്ന്, ആ സ്വഭാവമുള്ളവരിൽ നിന്ന് അങ്ങ് തിരിഞ്ഞു കളയുക. കാരണം ദാലിക, അതാണ് മബ്ലഗുഹും മിനൽ ഇൽം, അറിവിൽ നിന്ന് അവർ എത്തിപ്പെട്ടത്, അല്ലെങ്കിൽ അവരുടെ അറിവിൻ്റെ ആകത്തുക ഐഹിക ജീവിതമാണ്. അതുപോലെ തന്നെ അള്ളാഹുവിനെക്കുറിച്ച് ഓർമ്മയില്ലാതെ ജീവിക്കുക എന്നതാണ്. അതുകൊണ്ട് അവരിൽ നിന്ന് തിരിഞ്ഞു കളയുക. ഇന്ന റബ്ബക്ക, തീർച്ചയായും നിന്റെ രക്ഷിതാവ്, ഹുവ അഅലമു, അവനാണ് ഏറ്റവും കൂടുതൽ അറിയുന്നവൻ, ബിമൻ വല്ല അൻ സബീലിഹി, ആരാണ് അവന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയവർ എന്നും, വഹുവ അഅലമു ബിമൻ ഇഹ്തദ, അവൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ അറിയുന്നവൻ ആരാണ് സന്മാർഗത്തിലുള്ളത് എന്നും. ഇതാണ് ഈ 2 വചനങ്ങളുടെ സാരം. ഇതിൽ
അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായ ഭാഷയിൽ ഊന്നിപ്പറയുന്ന ഒരു കാര്യം, മനുഷ്യർ പലപ്പോഴും അവർക്ക് എന്ത് വേദമോതി കൊടുത്താലും ശരി, എന്ത് ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്താലും ശരി, എന്ത് തെളിവുകൾ നിരത്തിയാലും ശരി, ജീവിതം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇപ്പോൾ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണോ അതാണ് ജീവിതം. അതിനപ്പുറത്തെ ഒരു ജീവിതത്തെക്കുറിച്ച് പറയേണ്ടതില്ല. മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ജീവിപ്പിക്കും എന്ന് പറയുന്നതൊക്കെ വെറുതെയാണ്. ഇങ്ങനെയുള്ള മനോഭാവം ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ഏറെ വരുന്ന ഒരു കാലഘട്ടം. ഇവിടെ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളും നമ്മളുടെ കുടുംബങ്ങളും ഇത്തരം പിഴച്ച ധാരയിലേക്ക് അല്ലെങ്കിൽ ചിന്തയിലേക്ക് പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന കാലത്ത് തന്നെ ഇത്തരം ചിന്തകൾ വെച്ച് പുലർത്തിയിരുന്നവർ ഉണ്ടായിരുന്നു. ഭൗതികവാദികൾ എന്നാണ് അവരെക്കുറിച്ച് നമ്മൾ സാധാരണ ഓമന പേരിട്ട് വിളിക്കാറുള്ളത്. ഭൗതികവാദികൾ, നാസ്തികത കൈയാളുന്നവർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. നിരീശ്വരവാദികൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അള്ളാഹുവില്ല, പരലോകമില്ല, വേദഗ്രന്ഥമില്ല, ജീവിതത്തിന് ഒരടുക്കും ചിട്ടയുടെയും ആവശ്യമില്ല, എന്തുമാകാം. അത്തരക്കാരോട് എത്ര ഗൗരവമുള്ള മനോഭാവത്തോടു കൂടിയാണ് അള്ളാഹുവിന്റെ സമീപനം എന്നാണ് ഈ വചനം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. പ്രവാചകൻ ജീവിച്ചിരുന്ന കാലത്ത് ഇത്തരം സ്വഭാവമുള്ള ആളുകൾ അവരോട് എന്ത് ഉപദേശങ്ങൾ നൽകിയാലും നിർദ്ദേശങ്ങൾ നൽകിയാലും അതൊന്നും അവരുടെ ഹൃദയത്തിലേക്ക് കടന്നു പോവുകയില്ല എന്നുള്ളത് കൊണ്ട് പിന്നുള്ള മാർഗം അവരിൽ നിന്ന് തിരിഞ്ഞു കളയുക എന്നുള്ളതല്ലാതെ മറ്റൊന്നില്ല എന്ന് റസൂലിനെ ഓർമ്മിപ്പിച്ച വചനങ്ങളാണ്. ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ അവതരിക്കുന്ന കാലത്ത് ഇത്തരം വാദഗതികൾ ഉന്നയിച്ചിരുന്നവർ പറഞ്ഞിരുന്നത് വിശുദ്ധ ഖുർആൻ എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും. അതിലൊന്ന് നമുക്ക് കാണാം, സൂറത്തുൽ മുഅ്മിനൂൻ 35, 36, 37 വചനങ്ങളിൽ ഇവരുടെ വാദഗതികളെ അള്ളാഹു എടുത്തുദ്ധരിക്കുന്നുണ്ട്. അയഇദുക്കും, ഈ മുഹമ്മദ് നിങ്ങളോട് കരാർ ചെയ്യുകയാണോ? അല്ലെങ്കിൽ ഏതൊരു പ്രവാചകനാകട്ടെ ആ പ്രവാചകൻ നിങ്ങളോട് കരാർ ചെയ്യുന്നുവോ? അന്നക്കും ഇദാ മിത്തും വകുന്തും തുറാബൻ വഇളാമൻ അന്നക്കും മുഖ്റജൂൻ, നിങ്ങൾ മരിച്ച് മണ്ണോട് ചേർന്ന് നിങ്ങൾ അസ്ഥിശകലങ്ങളായി മാറിയതിന് ശേഷം നിങ്ങളെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരപ്പെടുമെന്നാണോ നിങ്ങളോട് കരാർ ചെയ്യുന്നത്? എന്ത് പരിഹാസപൂർവമുള്ള ചോദ്യമാണ്. എന്നിട്ട് പറയുന്നു, ഹൈഹാത്ത ഹൈഹാത്ത ലിമാ തുഅദൂൻ, നിങ്ങളോട് ഈ കരാർ ചെയ്യപ്പെടുന്നതില്ലേ? മരിച്ചു കഴിഞ്ഞതിന് ശേഷം മണ്ണായി കഴിഞ്ഞതിന് ശേഷം നുരുമ്പിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ വീണ്ടും ജീവിച്ച് പുറത്തു കൊണ്ടുവരപ്പെടും എന്ന് പറയുന്ന ഈ കരാറില്ലേ, അത് വിദൂരമാണ്. ഹൈഹാത്ത ഹൈഹാത്ത്, അത് വിദൂരമാണ്, നടക്കാൻ പോകുന്ന കാര്യമല്ല. എന്നിട്ട് അവർ പറയുന്നു, ഇൻ ഹിയ, ഈ ജീവിതം എന്ന് പറഞ്ഞാൽ ഇല്ലാ ഹയാത്തുന ദുനിയാ, നമ്മുടെ ഐഹിക ജീവിതം മാത്രമാണ്. നമൂതു വ നഹ്യ, അവിടെ നമ്മൾ ജീവിക്കുന്നു മരിക്കുന്നു. വമാ നഹ്നു ബിമബ്ഊസീൻ, ഒരു കാരണവശാലും നമ്മളെ മരണശേഷം ജീവിപ്പിക്കപ്പെടുന്ന പ്രശ്നമേ ഇല്ല. ഇത് ഉറച്ചു പറഞ്ഞ സമൂഹമാണ് പ്രവാചകന്റെ കാലത്തുണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ വേറൊരു സ്ഥലത്ത് നമുക്ക് കാണാം, അത് 45-ാമത്തെ അധ്യായം അൽ ജാസിയയിലെ 24-ാമത്തെ വചനമാണ്. അവിടെ പറയുന്നത് എന്നറിയോ? വഖാലു, അവർ പറയുന്നു, മാ ഹിയ, ഈ ജീവിതമല്ല, ഇല്ലാ ഹയാത്തുന ദുനിയാ, ഐഹിക ജീവിതം അല്ലാതെയല്ല, അത് മാത്രമാണ്. നമൂതു വനഹിയ, മരിക്കുന്നു ജീവിക്കുന്നു. വമാ യുഹ്ലികുനാ ഇല്ല ദഹർ, കാലമാണ് നമ്മളെ നശിപ്പിക്കുന്നത്. ഇവർ പറയുന്ന മാതിരി, അല്ലെങ്കിൽ പ്രവാചകന്മാര് പറയുന്ന മാതിരി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തുന്ന മാതിരി ആരെങ്കിലും ജീവിച്ചിരിക്കുമ്പോൾ മലക്കുകൾ വന്ന് അതിന്റെ ജീവൻ പിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി പിന്നീട് കുറെ കഴിഞ്ഞതിന് ശേഷം ആ റൂഹ് തിരിച്ചു തന്ന് വീണ്ടും ജീവിപ്പിക്കും എന്നൊന്നും പറയുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല. നമ്മളെ നശിപ്പിക്കുന്നത് കാലമാണ്. വമാ യുഹ്ലികുനാ ഇല്ല ദഹർ. ഖുർആൻ അതിനെക്കുറിച്ച്, അവരുടെ ഈ നിഗമനത്തെക്കുറിച്ച്, ഈ കാഴ്ചപ്പാടിനെ-കുറിച്ച് അള്ളാഹു പറയുന്നത്, വമാ ലഹും ബിദാലിക മിൻ ഇൽമിൻ, ഒരറിവില്ലിട്ടോ അവർക്കിതിനെക്കുറിച്ച്. ഇൻ യത്തബിഊന ഇല്ലല്ലന്ന, അവർ വെറും ഊഹത്തെയാണ്. ഇൻഹും ഇല്ലാ യളുന്നൂൻ, അവർ വെറും ഊഹിച്ചു പറയുകയാണ് ചെയ്യുന്നത്.
പിന്നെ സൂറത്ത് യാസീനിലെ അവസാന ഭാഗം നമുക്കറിയാമല്ലോ, മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം. ഖുറൈശികളിൽ ചില ആൾക്കാർ നുരുമ്പിയ എല്ല് എടുത്തു കൊണ്ടുവന്നിട്ട് കാണിച്ചുകൊണ്ട് ചോദിച്ചു എന്നാ, ഈ നുരുമ്പിയ എല്ല് ജീവിപ്പിക്കപ്പെടും, എന്തായി മുഹമ്മദ് പറയുന്നത്, എന്ത് പറ്റിപ്പോയി? ഞാൻ സൂചിപ്പിച്ചത് ഈ കാഴ്ചപ്പാട് അഥവാ മരണാനന്തരം ഒരു ജീവിതമില്ല എന്നും അതുപോലെ തന്നെ ഈ പറയുന്നതിലൊന്നും അർത്ഥമില്ല എന്നൊക്കെയുള്ള കാഴ്ചപ്പാട് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. പ്രവാചകന്മാരുടെ ആഗമന കാലത്തുണ്ട്, വിശിഷ്യ അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇത്തരം വാദഗതികൾ ഉന്നയിക്കുകയും അതിന് മറുപടി പറയുകയും ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്ത സംഭവം. കഴിഞ്ഞ ആഴ്ച സൂറത്തുൽ കഹ്ഫിലെ സംഭവം പറഞ്ഞപ്പോൾ, ആ അസ്ഹാബുൽ കഹ്ഫിന്റെ സംഭവം പറഞ്ഞപ്പോൾ, ആ രാജ്യം ഭരിച്ചിരുന്ന രാജാവ് ഒരു ദൃഷ്ടാന്തം മരണശേഷം ജീവിക്കും എന്നുള്ളതിന് ഒരു ദൃഷ്ടാന്തം കാണിച്ചു കൊടുക്കാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കെയാണ് അസ്ഹാബുൽ കഹ്ഫിന്റെ വിവരം അറിയുന്നതും ആ സംഭവം നാം മനസ്സിലാക്കേണ്ടായി. അതിലേക്ക് ഞാൻ തിരിച്ചു പോവുകയല്ല, ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള നിരവധി ദൃഷ്ടാന്തങ്ങൾ മരണശേഷം ജീവിതമുണ്ട് എന്നുള്ളത്. ഈ ഒരു തലതിരിഞ്ഞ കാഴ്ചപ്പാടിലേക്ക് അതിന്റെ ഒരു ആവർത്തനം എന്നുള്ള നിലയിൽ അതൊരു ഫാഷനായി ഇന്ന് കുറെ അധികം ആളുകൾ അതിന്റെ പിന്നാലെ നീങ്ങുന്നുണ്ട്. നമ്മുടെ മുസ്ലിം കുടുംബങ്ങളിൽ നിന്ന് തന്നെ ഗൗരവത്തോടുകൂടി നമ്മൾ നോക്കിക്കാണേണ്ട കാര്യമാണത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ വളരെ ശക്തമായ ഭാഷയിൽ പറഞ്ഞത്, അവരുടെ അറിവിന്റെ ആകെ തുക എന്ന് പറഞ്ഞാൽ ദുന്യാവ്, ഇവിടുത്തെ ജീവിതം, ഇവിടുത്തെ പുരോഗതി, ഇവിടുത്തെ ഔന്നത്യം, അത് മാത്രം. അതിനപ്പുറം ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല. അപ്പൊ എന്താണ്? അങ്ങനെ വരുമ്പോൾ ന്യായം വേണ്ട, നീതി വേണ്ട, നിയമം വേണ്ട, ഇതൊന്നിന്റെ ആവശ്യമില്ലല്ലോ. അതിർവരമ്പുകൾ ഉണ്ടാവില്ല, എന്തും ചെയ്യാം, ഏത് രൂപത്തിലും ആകാം, അങ്ങനെയുള്ള ഒരു ചിന്ത. എന്നാൽ അങ്ങനെയല്ല എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. വിശ്വാസികൾ ജാഗ്രത പാലിക്കുകയും കൃത്യമായി ഉൾക്കൊള്ളുകയും ചെയ്യേണ്ട ഒരു രണ്ട് വചനങ്ങളാണത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. തന്നെയുമല്ല, എന്തിനാണ് ജീവിതം? ഖുർആൻ എത്രയോ സ്ഥലങ്ങൾ നമുക്കത് പറഞ്ഞു തന്നിട്ടുണ്ട്. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല എന്ന പ്രയോഗം വിശുദ്ധ ഖുർആനിൽ 2 സ്ഥലത്ത് കാണാം. ഒന്ന് നമുക്കൊക്കെ സുപരിചിതമായ സൂറത്തുൽ മുൽക്കിലെ 2-ാമത്തെ വചനം, മറ്റൊന്ന് സൂറത്ത് ഹൂദിലെ 7-ാമത്തെ വചനം. ഈ 2 സ്ഥലങ്ങളിലും ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല എന്ന് തന്നെ പറയുന്നുണ്ട്. നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പരിശ്രമിക്കുന്നത്, നല്ല കർമ്മം ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ വേറെ 2 സ്ഥലങ്ങൾ നമുക്ക് കാണാം. ലിയബ്ലുവക്കും ഫീമാ ആതാക്കും, എന്താണോ നിങ്ങൾക്ക് നൽകിയത് അതിൽ നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ലോകത്ത് നിങ്ങൾക്ക് എന്ത് നൽകിയിട്ടുണ്ടോ അതിൽ നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്ന 2 സ്ഥലങ്ങൾ കാണാം. ഒന്ന് സൂറത്തു മാഇദയിലെ 48-ാമത്തെ വചനവും മറ്റൊന്ന് സൂറത്തു അൻആമിലെ 165-ാമത്തെ വചനവും. ഈ 2 സ്ഥലത്തിൽ ലിയബ്ലുവക്കും ഫീമാ ആതാക്കും കാണാം. നേരത്തെ ഞാൻ പറഞ്ഞ 2 സ്ഥലങ്ങളിൽ ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല എന്ന് കാണാം. ഇനി സൂറത്തുൽ കഹ്ഫ് നമ്മൾ എടുത്തു നോക്കിയാലോ, എന്തിനാണ് ഈ ഭൂമിയിലുള്ളതെല്ലാം സംവിധാനിക്കുകയും അലങ്കരിക്കുകയും ഏറ്റവും കണ്ണിന് ആനന്ദകരമായതും കാതിന് അങ്ങേയറ്റം കേൾക്കാൻ ആഗ്രഹിക്കുന്നതും മനസ്സിന് ഒരുപാട് കുളിർമ നൽകുന്നതുമായ രൂപത്തിൽ എന്തിനാണ് ഈ ഭൂമിയെ സംവിധാനിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് അല്ലാഹു സൂറത്തുൽ കഹ്ഫിൽ പറയുന്നത്, ഇന്നാ ജഅൽനാ മാ അലൽ അർദി സീനത്തൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല. ഈ ഭൂമുഖത്തുള്ളതെല്ലാം നാം അലങ്കൃതമാക്കിയത് എന്തിനാ? ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല, ആരാണ് അവരിൽ ഏറ്റവും നന്നായി കർമ്മം ചെയ്യുന്നത്. അപ്പൊ നല്ല കർമ്മം ചെയ്യലാണ് വേണ്ടത്. അതുകൊണ്ടുള്ള ഗുണമെന്താ? ആ ഗുണം പൂർണ്ണമായി ചിലപ്പോൾ ഇഹലോകത്ത് ലഭിച്ചെന്ന് വരില്ല. അപ്പൊ ആ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം ലഭിക്കുന്ന ഒരു സ്ഥലമുണ്ടാകണം. അത് ഇവിടില്ല എന്നുള്ളത് ഏവരും സമ്മതിക്കുന്ന കാര്യമാണ്. അതിനെ കൂടുതൽ വിശദീകരണത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പൊ ഒരു മരണശേഷം ഒരു ജീവിതം മനുഷ്യന് ആവശ്യമാണ്. എല്ലാ നന്മകളും ചെയ്ത് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു പോകുന്ന ഒരു മനുഷ്യനും എല്ലാ തോന്നിവാസങ്ങളും ചെയ്ത് കൊലപാതകങ്ങളും അതുപോലെ തന്നെ മറ്റു നിലയിലുള്ള മനുഷ്യത്വരഹിതമായ സർവ്വകാര്യങ്ങളും ചെയ്ത് ജീവിച്ചു പോകുന്ന ഒരു മനുഷ്യനും ഒരേപോലെ ഇവിടുന്നങ്ങോട്ട് ഇല്ലാതായിപ്പോയി ആർക്കും ഒന്നും നേടാത്ത ഒരവസ്ഥയാണെങ്കിൽ പിന്നെ ജീവിതത്തിന് എന്തർത്ഥം? അതുകൊണ്ട് തന്നെയാണ് അത് ലഭിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകണം, അവസരമുണ്ടാകണം. അതിനാണ് അല്ലാഹു പരലോകം നിശ്ചയിച്ചിരിക്കുന്നത്. ആ പരലോകത്തിന് വേണ്ടി പണിയെടുക്കുക എന്നുള്ളതാണ് വിശ്വാസിയുടെ ബാധ്യത, ബുദ്ധിയുള്ള മനുഷ്യന്റെ ബാധ്യത.
അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവചിച്ചത് അങ്ങനെയാണ്. ബുദ്ധിമാൻ എന്ന് പറയുന്നത് സ്വന്തത്തെ അള്ളാഹുവിന് കീഴ്പ്പെടുത്തിയവനും മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കുന്നവനുമാണ്. അപ്പൊ ഈ ഐഹിക ജീവിതത്തെ പരലോക ജീവിതത്തിലേക്കുള്ള സമ്പാദിക്കാനുള്ള സ്ഥലമാക്കി മാറ്റുന്നവനാണ് ബുദ്ധിമാൻ എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാത്തവരോ അവരിങ്ങനെ എന്തായാലും കുഴപ്പമില്ല എന്നുള്ള കാഴ്ചപ്പാടിലേക്ക് പോകും എന്നുള്ളത് വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ അധ്യാപനങ്ങളും പല സ്ഥലങ്ങളിലും എടുത്തു പറയുന്നു. ഇത് പറയുമ്പോൾ ഐഹിക ജീവിതത്തിൽ ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടെന്നോ പുരോഗതിയെക്കുറിച്ച് ആലോചിക്കേണ്ടെന്നോ ഒരുപാട് കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ട ഒന്നുമല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷെ അത് മാത്രമായി പോകരുത്. അത് മാത്രമാകുമ്പോൾ ആത്യന്തിക ലക്ഷ്യം മറന്നുപോകും. ആത്യന്തിക ലക്ഷ്യം മറന്നുപോയാൽ നമ്മൾ പരലോകത്ത് രക്ഷപ്പെടില്ല. ഇതാണ് ഖുർആന്റെയും വിശുദ്ധ ഖുർആന്റെയും പ്രവാചകന്റെ അധ്യാപനങ്ങളുടെയും കാഴ്ചപ്പാട്. നമ്മളുടെ പ്രാർത്ഥനയും അങ്ങനെ തന്നെയല്ലേ എന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ഏറ്റവും ഉത്തമമായ പ്രാർത്ഥന ഏതാ? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പ്രാർത്ഥന, നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന പ്രാർത്ഥനയും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതിനെക്കുറിച്ച് ഐഹിക ജീവിതം, അതിന്റെ പോരായിക, പരലോക ജീവിതം, അതിന്റെ അനശ്വരത, അതിന്റെ നേട്ടങ്ങൾ ഒക്കെ എടുത്തു പറയുന്ന ഒരുപാട് വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയുക. ഈ ഐഹിക ജീവിതവും ഇവിടുത്തെ അലങ്കാരവുമാണ് നാം ഉദ്ദേശിക്കുന്നതെങ്കിൽ അതവർക്ക് കിട്ടും. അതൊന്നും അന്ന് തടയൂല. ഇഹലോക ജീവിതം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതാ. വിശ്വാസിക്കും അവിശ്വാസിക്കും നിഷേധിക്കും ആർക്കും ഉള്ളതാണ് ഈ ഐഹിക ജീവിതം. ഇവിടുത്തെ സുഖങ്ങൾ മുഴുവൻ ഇവിടെ ലഭിക്കുന്നതെല്ലാം ചിലപ്പോൾ സത്യവിശ്വാസം ഉൾക്കൊണ്ട് നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവരെക്കാൾ കൂടുതൽ സൗഭാഗ്യവും നല്ല അവസ്ഥയും അതൊന്നും ചെയ്യാത്തവർക്കുണ്ടായി എന്ന് വന്നേക്കാം. അത് അല്ലാഹു ഖുർആനിലൂടെ എടുത്തു പറയുന്നുണ്ട്. മൻ കാന യുരീദുൽ ഹയാത്തദ് ദുനിയാ വസീനതഹ നുവഫി ഇലൈഹിം അഅമാലഹും ഫീഹാ വഹും ഫീഹാ ലാ യുബ്ഖസൂൻ. ഇത്ര കൃത്യമായിട്ടാണ് അല്ലാഹു അത് പറയുന്നത്. അതായത് ആരെങ്കിലും ഐഹിക ജീവിതം മാത്രമാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ, അവിടുത്തെ ഭംഗിയും അലങ്കാരവുമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, യുവഫി ഇലൈഹിം അവർക്കത് പൂർണ്ണമായും അല്ലാഹു നിറവേറ്റി കൊടുക്കും. അഅമാലഹും അവരുടെ ആ പ്രവൃത്തികൾക്കുള്ളത് എന്താണോ, അവരുദ്ദേശിച്ചത് എന്താണോ അത് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. വഹും ഫീഹാ ലാ യുബ്ഖസൂൻ, ഒരു കുറവും അല്ലാഹു അവരുടെ കാര്യത്തിൽ വരുത്തൂല. എന്നാൽ ഉലൈകല്ലദീന ലൈസ ലഹും ഫിൽ ആഖിറതി, അവർക്ക് പരലോകത്തില്ല നാർ, നരകം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പിന്നെയോ വഹബിതമാ സനഉ, അവരെന്തൊക്കെ ചെയ്തു കൂട്ടിയോ അതൊക്കെ പൊളിഞ്ഞു പോകും. വബാത്തിലും മാ കാനൂ യഅമലൂൻ, അവരെന്തൊക്കെ പ്രവർത്തിച്ചുവോ അതൊക്കെ നിഷ്ഫലമായി പോവുകയും ചെയ്യും. അപ്പൊ ഇഹലോകത്ത് കിട്ടും, സംശയം ഒന്നും വേണ്ട. അതെന്താ അവർക്ക് അങ്ങനെ കൊടുക്കുന്നത്? നമ്മളിങ്ങനൊക്കെ ചെയ്തിട്ട് നമുക്കെന്താ ഇങ്ങനെ എന്നൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. അള്ളാഹു കൊടുത്തുകൊണ്ടിരിക്കും. എത്ര ദുഷ്ടതരം കാണിച്ചാലും പിന്നെയും കൊടുത്തുകൊണ്ടിരിക്കും. ഏതെല്ലാം തരത്തിലുള്ള തോന്നിയാസങ്ങൾ കാണിച്ചാൽ പിന്നെയും നൽകിക്കൊണ്ടിരിക്കും. അവൻ റഹ്മാനാണ്. അതാണ് അതിന്റെ വിഷയം. അതേസമയം ആ റഹ്മാൻ തന്നെ നമ്മളോട് ഉണർത്തിയിട്ടുണ്ട്, ഇങ്ങനെ തരുമ്പോൾ അത് ഇവിടത്തേക്ക് അങ്ങോട്ട് ഉൾക്കൊണ്ടുകൊണ്ട് പൂർണ്ണമായും ഇവിടെ തന്നെ കഴിച്ചുകൂട്ടാൻ വേണ്ടിയിട്ടുള്ളതല്ല, മറിച്ച് നിങ്ങൾ ഒരു സ്ഥലത്തേക്ക് വരേണ്ടി വരും. അത് മറന്നുകൊണ്ടുള്ള ജീവിതം നിങ്ങൾ ഉണ്ടാകരുത്. നമ്മളൊക്കെ സാധാരണ ആഖിറത്തിന് വേണ്ടി മത്സരിക്കലും ആഖിറത്തിന് വേണ്ടി വഴക്കടിക്കലും ആഖിറത്തിന് വേണ്ടി പിണങ്ങലും ഒന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. നമ്മൾ പിണങ്ങുന്നത് എന്തിനാ? ദുന്യാവിന് വേണ്ടി. നമ്മൾ മത്സരിക്കുന്നത് എന്തിനാ? ദുന്യാവിന് വേണ്ടി. നമ്മൾ വഴക്ക് കൂടുന്നതും വഴക്കും വക്കാണം ഉണ്ടാക്കുന്നത് എന്തിനാ? ദുന്യാവിന് വേണ്ടി. നമ്മൾ എന്തിനാ ബന്ധങ്ങൾ വിച്ഛേദിക്കുന്നത്? ദുന്യാവിന് വേണ്ടി. അല്ലാതെ ആഖിറത്തിന് വേണ്ടിയല്ലല്ലോ. ആഖിറത്തിന് വേണ്ടി ബന്ധം വിച്ഛേദിക്കുന്നവരില്ല നമ്മിൽ ആരും. അത് തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഇഹലോകത്തിന് വേണ്ടി ദുന്യാവിന് വേണ്ടി മാത്രം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ അതിനെ ഉപമിച്ച് നമുക്ക് പറഞ്ഞു തന്നത്. ദുന്യാവിന്റെ ഉപമ വിശുദ്ധ ഖുർആനിൽ സൂറത്ത് യൂനിസിലെ 24-ാമത്തെ വചനം, സൂറത്ത് കഹ്ഫിലെ 45-46 വചനങ്ങൾ, സൂറത്തുൽ ഹദീദിലെ 20-ാമത്തെ വചനം. ഞാൻ ഈ ആയത്തുകളുടെ എണ്ണം പറയുന്നത് അതെല്ലാം കൂടി പറഞ്ഞ് വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ് ആ എണ്ണം പറയുന്നത്. നിങ്ങൾക്ക് എടുത്തു നോക്കാം ഖുർആൻ പരിഭാഷ. അവിടെ ഒക്കെ പറഞ്ഞിട്ടുള്ള ഉപമ വളരെ ചിന്തനീയമാണ്. അതിൽ ഏറ്റവും ഊന്നി പറയുന്ന ഇതിലെല്ലാത്തിലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഇതൊക്കെ നശ്വരമാണ്.
ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് പോകേണ്ടി വരും. അതാണ് അതിനാകെ പറയുന്ന ഈ വചനങ്ങളിലൊക്കെ പരാമർശിക്കുന്ന ആശയം അതാണ്. ഒന്നുമില്ലാതെ കൈയൊഴിച്ച് ഖബറിലേക്ക് പോകേണ്ടി വരും. ആരായാലും ശരി, ഏത് തലത്തിൽ ജീവിച്ചിരിക്കുന്നവരായിരുന്നാലും ശരി, അതേ പറയുന്നുള്ളൂ. അതാണ് ഓർമ്മിപ്പിക്കുന്നത്. ആ ഓർമ്മ നഷ്ടപ്പെടുമ്പോഴാണ് നമ്മളല്ലാതായി മാറുകയും എന്തൊക്കെയോ ആണെന്നുള്ള തോന്നലിലേക്ക് നമ്മൾ എത്തിച്ചേരുകയും ചെയ്യുക. സൂറത്തുൽ ഹദീദിലെ ഉപമ, ഇഅ്ലമൂ അന്നമൽ ഹയാത്തുദ് ദുനിയാ ലഇബും വലഹുവും വസീനത്തുൻ വതഫാഖുറും ബൈനക്കും വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്. അറിയുക, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ അന്നമൽ ഹയാത്തുദ് ദുനിയാ, ഐഹിക ജീവിതം എന്ന് പറയുന്നത് ലഇബ്, കളി, വിനോദം, അലങ്കാരം, നിങ്ങൾക്കിടയിലുള്ള പരസ്പരം ദുരഭിമാനം നടിക്കല്, സമ്പത്തിലും സന്താനങ്ങളിലുമുള്ള പെരുമ നടിക്കല്, ഇതാണ് ദുന്യാവ്. ഇതിനല്ലേ ആകെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ളത് മുഴുവൻ. സമ്പത്ത്, സന്താനം, ഭൗതികമായ സൗകര്യങ്ങൾ, ഇവിടുത്തെ അലങ്കാരങ്ങൾ, ഇതിനു വേണ്ടിയിട്ടുള്ള കിടമത്സരങ്ങൾ, ഇതൊക്കെയാണ് ദുന്യാവെന്ന് ഖുർആനാ പറയണത്. നമ്മുടെ ജീവിതം അതിന് സാക്ഷിയല്ലേ. വതഫാഖുറും ബൈനക്കും. പക്ഷേ അല്ലാഹു അതിനൊരു ഉപമയിലൂടെ പറയുന്നു, കമസലി ഗൈസ്, ഒരു മഴ പെയ്യും പോലെയാണ്. അഅ്ജബൽ കുഫാറ നബാത്തു, ഒരു മഴ വർഷിക്കുമ്പോൾ ആ മഴ വർഷിച്ച് ഭൂമിയിൽ ലതാദികളൊക്കെ മുളച്ച് കായ്കനികളൊക്കെ ഉണ്ടാകുന്ന ഒരു പച്ച പിടിച്ച നല്ല അവസ്ഥയിലേക്ക് ഇങ്ങനെ വരുന്നു. അപ്പൊ നമ്മളുടെ മനസ്സിനൊരു കുളിർമയും സന്തോഷമൊക്കെ ഉണ്ടാവും. നമ്മളുടെ ജീവിതത്തെ അങ്ങനെ ഒന്ന് കണ്ടു നോക്ക്. നമ്മൾ ഓരോരുത്തരും നമ്മിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്ക്. അപ്പൊ മനസ്സിലാവും ഈ ഉപമയുടെ ആഴം എത്രയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, സുമ്മ യഹീജു. അപ്പൊ ഇങ്ങനെ അത് കാണുമ്പോൾ കർഷകർക്കാകെ സന്തോഷമാണ്, കൃഷിക്കാർക്ക് ഭയങ്കര സന്തോഷം. കാരണം എന്താ, പച്ച പിടിച്ച് നല്ല കായ്കനികളൊക്കെ ഉണ്ടാകാൻ പോകുന്ന ഒരവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞു. അപ്പോഴേക്കും അതാ സുമ്മ യഹീജു, അതങ്ങനെ ഉണക്ക് ബാധിക്കുന്നു. വയക്കൂനു ഫതറാഹു മുസ്ഫറൻ, അങ്ങനെ ക്രമേണ അത് മഞ്ഞ നിറമായി നിനക്ക് കാണാൻ കഴിയും. പിന്നെയോ സുമ്മ യക്കൂനു ഹുതാമ, പിന്നെ അത് തുരുമ്പായി മാറും. ഉണങ്ങി തുരുമ്പായി അങ്ങോട്ട് പോവും, നുരുമ്പി അങ്ങോട്ട് പോവും. ഇതേപോലെയാണ് ദുന്യാവ്. ഒന്ന് ജീവിച്ചു കളയാം എന്ന് വിചാരിച്ച് ഒരു നല്ല കച്ചവടം തുടങ്ങിക്കളയാം, ഒരു നല്ല വീട് വെച്ച് കളയാം. ഇങ്ങനെ ഓരോന്നും, ഇതൊക്കെ വേണം, കച്ചവടം വേണം, വീട് വേണം, വാഹനം വേണം, അതിനൊന്നും ഇസ്ലാം എതിരല്ല. പക്ഷെ എല്ലാം അതാണ് എന്ന് ചിന്തിക്കുന്നിടത്ത് വരുമ്പോഴാണ് പ്രശ്നം. അപ്പൊ അങ്ങനെയൊക്കെ ഒരുങ്ങി, അങ്ങനെ ശരീരത്തിന് നല്ല ആരോഗ്യമുണ്ട്, എല്ലാമുണ്ട്, എന്നാൽ അതിലൊന്ന് നന്നായി ജീവിച്ചു കളയാം, താമസിച്ചു കളയാം എന്ന് വിചാരിക്കുമ്പോൾ കഴിയാതെ പോകുന്ന എത്രയോ സംഭവങ്ങൾ പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും വായിക്കുന്നു, കേൾക്കുന്നു. അങ്ങനെയുള്ളവരുടെ ജനാസയ്ക്ക് വേണ്ടി നമ്മൾ പോയിട്ടില്ലേ പലപ്പോഴും? ഇതേപോലൊരവസ്ഥ നമുക്കുണ്ടാകുമെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ വരുമ്പോൾ ഈ ദുന്യാവിനോട് അമിതമായ ഒരു പ്രതിപത്തി നമുക്ക് ഉണ്ടാവൂല. ആവശ്യത്തിന് മതി എല്ലാം. ദുന്യാവിനോടുള്ള താല്പര്യം അത് തന്നെ, അതിവിടെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ് അല്ലാഹു, വഫിൽ ആഖിറത്തി അദാബുൻ ശദീദ്, ദുർവൃത്തരായി ജീവിച്ചവർക്ക് പരലോകത്ത് കഠിനമായ ശിക്ഷയുണ്ടാകും. പിന്നെ അതേസമയം വമഗ്ഫിറത്തും മിനല്ലാഹി വറിദ്വാൻ, നല്ല നിലയിൽ ജീവിച്ചവർക്ക്, സന്മാർഗചാരികളായി ജീവിച്ചവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ പാപമോചനവുമുണ്ട്, അവന്റെ തൃപ്തിയുമുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നു, വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഖുറൂർ. ഐഹിക ജീവിതം എന്ന് പറയുന്നത് വഞ്ചനയുടെ ചരക്കാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വചനത്തിലൂടെ പറഞ്ഞു, ഇന്ന ഹാദിഹി ദുനിയാ ഹുൽവത്തുൻ ഖൽറ, ഈ ഐഹിക ജീവിതം എന്ന് പറയുന്നത് മധുരമുള്ളതാണ്, പച്ച പിടിച്ചതാണ്. എന്നിട്ട് പറഞ്ഞു, വഇന്നല്ലാഹ മുസ്തഖ്ലിഫുക്കും ഫീഹാ, അതിൽ നിങ്ങളെ അല്ലാഹു ഖലീഫമാരാക്കും. ഒന്നിനു പുറമെ ഒന്നായി വരുന്ന ഒരു തലമുറയ്ക്ക് ശേഷം മറ്റൊരു തലമുറ, ഒരു കുടുംബത്തിന് ശേഷം മറ്റൊരു കുടുംബം, ഇങ്ങനെ അതിൽ നിങ്ങളെ അല്ലാഹു അങ്ങോട്ട് വിടും. എന്നിട്ടോ ഫയൻളുറു, അവൻ നോക്കിക്കൊണ്ടിരിക്കും, കൈഫ തഅമലൂൻ, നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന്. അതുകൊണ്ട് ഫത്തഖുദ് ദുനിയ, ഈ ലോകത്തെ നിങ്ങൾ സൂക്ഷിക്കണം. വത്തഖുൻ നിസാ, സ്ത്രീകളെ നിങ്ങൾ സൂക്ഷിക്കണം. വിശദീകരണം ആവശ്യമില്ല ഈ പറയുന്നതിനൊന്നും. അതാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ പറഞ്ഞു, ഈ ഐഹിക ജീവിതം എന്ന് പറയുന്നത് പരലോകവുമായി ബന്ധപ്പെടുത്തി നോക്കിയാൽ നമ്മളുടെ വിരല് വലിയ സമുദ്രത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ ആ വിരൽ തുമ്പിൽ എത്ര വെള്ളം അവശേഷിക്കുന്നു അത്രേ ഉണ്ടാവുകയുള്ളൂ ദുന്യാവിന്റെ കാര്യം എന്നാണ്.
പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി ചില സാഹചര്യങ്ങൾ ഒരുക്കിയിട്ട് വിശദീകരിച്ചു കൊടുക്കുന്ന പല രംഗങ്ങളും പ്രവാചകന്റെ ചരിത്രത്തിൽ കാണാം. ഒരു രംഗം ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി ചിന്തനീയമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ അങ്ങാടിയിൽ നടന്നു പോകുന്നു. അപ്പൊ അനുചരന്മാർ രണ്ട് സൈഡിലും ഉണ്ട്, ചുറ്റും ഒപ്പം അനുചരന്മാരുണ്ട്. അങ്ങനെ നടന്നു പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചത്തു കിടക്കുന്ന ഒരു ആടിനെ കണ്ടു. ആ ആടിന്റെ ചെവിക്ക് പ്രവാചകൻ പിടിച്ചിട്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒപ്പമുണ്ടായിരുന്ന ആളുകളോട് ചോദിച്ചു, ഒരു വെള്ളിക്ക് നിങ്ങൾ ആരെങ്കിലും ഇത് വാങ്ങാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഒരു വെള്ളിക്ക്. അപ്പൊ കേട്ട സഹാബികൾ മറുചോദ്യം ചോദിച്ചു, ഞങ്ങൾ ഒരു വെള്ളി കൊടുത്ത് വാങ്ങിയിട്ട് ഇതുകൊണ്ട് എന്ത് പ്രയോജനമാണ് ഞങ്ങൾക്ക് ഉണ്ടാകുക എന്ന് ചോദിച്ചു. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾ ഒന്നും കൊടുക്കണ്ട, വെറുതെ കിട്ടിയാൽ ഇത് നിങ്ങൾ വാങ്ങുമെന്ന് ചോദിച്ചു. അപ്പൊ സഹാബത്തിന്റെ മറുപടി, ഒപ്പമുണ്ടായിരുന്ന സഹാബത്തിന്റെ മറുപടി, വെറുതെ കിട്ടിയിട്ട് ഇതിനെ എന്ത് ചെയ്യാനാ, ജീവിച്ചിരിക്കെ തന്നെ ഇത് ന്യൂനതയുള്ളതാണ്, അസക്കാണ് എന്ന് പറഞ്ഞാൽ ഹദീസിന്റെ പ്രയോഗം അതാ. അസക്ക് എന്ന് പറഞ്ഞാൽ ചെവിക്ക് നീളം കുറഞ്ഞത്. അറബികള് ആടുകളെ നോക്കിയെടുക്കുന്ന രംഗത്ത് ഭയങ്കര കണ്ണുള്ളവരാ. അതിന്റെ ചെവിയൊക്കെ ഇങ്ങനെ തൂങ്ങി താഴോട്ട് കിടക്കുന്ന, കണ്ടാൽ നല്ല കൗതുകമുള്ള ആടുകളെയാണ് അവർക്കിഷ്ടം. ഇതിന്റെ ചെവി കുറച്ച് മുറിഞ്ഞു പോയത് ഇല്ലാത്ത കുറഞ്ഞതുമാണ്. അത് നോക്കിയിട്ടാണ് അവർ പറയുന്നത്, ജീവിച്ചിരുന്നാൽ തന്നെ ഇത് ന്യൂനതയുള്ള ആടാണ്. പിന്നെയാണോ ഈ ചത്തതിനെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് കാര്യമെന്ന് റസൂൽ ചോദിച്ചു. വെറുതെ കിട്ടിയിട്ടും റസൂലിന്റെ ചോദ്യത്തിന് മറുപടി ആയിട്ട് അവർ പറഞ്ഞു. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു നല്ല അവസ്ഥ അവിടെ സംജാതമാക്കി. എന്നിട്ട് ഉദ്ദേശിച്ചത് അങ്ങോട്ട് പറഞ്ഞു. എന്താ പറഞ്ഞതെന്നറിയോ? അതാണ് നമ്മുടെ വിഷയം. ഫവല്ലാഹി, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ലദ്ദുന്യ, ഈ ദുന്യാവെന്ന് പറയുന്നുണ്ടല്ലോ, അഹ്വനു അലല്ലാഹി മിൻ ഹാദാ അലൈക്കും, നിങ്ങൾക്ക് ഈ ആട് എത്ര നിസ്സാരമായിട്ടാണോ നിങ്ങൾ ഈ ആടിനെ കാണുന്നത്, അതിനേക്കാൾ അള്ളാഹുവിന്റെ അടുക്കൽ നിസ്സാരമാണ് ദുന്യാവ്. അത്ര കൃത്യമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പറഞ്ഞു കൊടുത്തത്. എന്നുവെച്ചാൽ ഈ ആടിന്റെ ചത്തുകിടക്കുന്ന ഈ ആടിന്റെ, ആർക്കും ആവശ്യമില്ലാത്ത ഈ ആടിന്റെ ഒരു ഇതിന് പോലും ഇല്ല, അതിനേക്കാൾ നിസ്സാരമാണ് അള്ളാഹു ദുന്യാവിനെ കാണുന്നത്. നമ്മളോ ആ ദുന്യാവിന് വേണ്ടിയാണ് പടവെട്ടുന്നത്, ആഖിറം നമ്മൾ മറക്കുകയും ചെയ്യുന്നു. അതുണ്ടായിക്കൂടാ എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് പ്രവാചകൻ ഈ പഠിപ്പിച്ച ഈ അധ്യാപനങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് എന്തുണ്ടായിട്ടും ഈ കാര്യം മറക്കാതെ അവർ ജീവിച്ചു പോകുന്നത്. ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ മരണശേഷം ജീവിപ്പിക്കുമെന്ന് പറയുന്നൊക്കെ വെറുതെയാണ് എന്നൊക്കെ പറഞ്ഞു പോന്ന ആളുകളിൽ നിന്നാണ് ഇത്തരം ആളുകൾ ഉരുത്തിരിഞ്ഞു വന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം, മനസ്സിലാക്കണം. അവരെയാണ് ലോകത്തിന്റെ നേതാക്കളും ജേതാക്കളുമായി പിന്നെ നമ്മൾ കാണുന്നത്. ഏത് കാര്യത്തിനും എത്രത്തോളം ഇത്തരം കാര്യങ്ങൾ ഓർക്കുമ്പോഴേക്കും മുന്നിലിരിക്കുന്ന ഭക്ഷണത്തളികയിലെ ഭക്ഷണം പോലും വേണ്ടെന്ന് വെച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോകാൻ മാത്രം ദുന്യാവിനെ കുറിച്ചുള്ള ഇത്തരം ബോധം, മരണശേഷമുള്ള ജീവിതത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്ത അവർക്കൊക്കെ പ്രചോദനം നൽകിയിരുന്നുവെങ്കിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ ആലോചിച്ചു നോക്കണം. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വലിയ കോടീശ്വരനായിരുന്നു. പ്രവാചകന്റെ അനുചരന്മാര്, നല്ല സമ്പന്നനായിരുന്നു. ആ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നോമ്പനുഷ്ഠിച്ച്, ഏറ്റവും നല്ല നിലയിൽ ജീവിക്കുന്ന മനുഷ്യനാണ്, നോമ്പനുഷ്ഠിച്ച് നോമ്പ് തുറക്കാൻ നേരമായ സന്ദർഭത്തിൽ വിഭവസമൃദ്ധമായ ഭക്ഷണത്തളിക മുന്നിൽ. ആ സന്ദർഭത്തിൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലേക്ക് ഒരു ചിത്രം തെളിഞ്ഞു വന്നു. അത് അവരോടൊപ്പം ജീവിച്ചു പോന്ന മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ ചിത്രമാണ്, ഓർമ്മയാണ്. ഉടനെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടു. ഏത് നിലയിൽ? കഫം പുടവ പോലും ഇല്ലാത്ത നിലയിൽ. മുസ്അബിന്റെ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. കഫം പുടവ പോലുമില്ല, വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ചു വീണ സമ്പന്നതയുടെ മണിമേടയിൽ ജീവിച്ച, അത്രയും വലിയ ഒരു കുടുംബത്തിൽ ജീവിച്ചു വളർന്ന മനുഷ്യനാണ്, പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ടതോടുകൂടി കുടുംബക്കാർക്ക് വേണ്ടാതെയായി, തള്ളി പുറത്തേക്ക്.
റസൂലിന്റെ ഒപ്പം ചേർന്നു. അവസാനം ഉഹദ് യുദ്ധക്കളത്തിൽ രക്തസാക്ഷിയായി മരിച്ചു വീണപ്പോൾ കഫം പുടവയില്ല. ആര്? ഒരു ദിവസം പല സന്ദർഭങ്ങളിൽ വസ്ത്രം മാറി ധരിച്ചിരുന്ന ആൾ. ഒരു ബുർദ്, ഒരു പുതപ്പ് മാത്രം, ഒരു തുണിക്കഷ്ണം മാത്രം. അതിനെക്കുറിച്ച് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ തല മൂടിയാൽ കാല് വെളിവാകും, കാല് മൂടിയാൽ തല വെളിവാകും. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുകയാണ്, ഇപ്പോഴത്തെ അവസ്ഥ അതല്ല. സുമ്മ ബുസിത ലനാ മിനദ് ദുനിയാ മാ ബുസിത്. ഇന്ന് ഈ കാണുന്ന വിശാലത, ഐഹികമായ ഭൗതികമായ ജീവിതത്തിൽ ഈ ഭൗതികമായ ജീവിത സൗകര്യങ്ങളൊക്കെ ഇന്നേറെ നമുക്കൊക്കെ വിശാലമായി കിട്ടി. ഞാൻ ഭയപ്പെടുന്നത് ഈ ഭൗതിക ജീവിതത്തിലെ ഈ വിശാലത പരലോകത്ത് കിട്ടേണ്ട നന്മകളുടെ പ്രതിഫലം കിട്ടേണ്ടതൊക്കെ ഇവിടത്തെ വെച്ച് നൽകപ്പെട്ടു പോവുകയാണോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭക്ഷണത്തളിയുടെ മുന്നിൽ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പോയി. ഇത് കഥയല്ല, ഹദീസ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ട സഹീഹായ ഇമാം ബുഖാരിയൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള സംഭവം. എന്തേ ആ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിയത്? വലിയ സമ്പന്നനായിട്ട് പോലും. അതാണ് ആഖിറത്തിനെ കുറിച്ചുള്ള ചിന്ത. ദുനിയാവും ആഖിറവും തമ്മിൽ താരതമ്യം ചെയ്തു നോക്കുമ്പോൾ അതിനാണ് മുൻഗണന കൊടുക്കേണ്ടത്. നമ്മൾ സാധാരണയായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ കിടന്നുറങ്ങിയപ്പോൾ ഈത്തപ്പന ഓലയുടെ പാട് പുറത്ത് കണ്ട സംഭവം എത്രയോ നമ്മൾ കേട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ പാടുകൾ കണ്ടതിന്റെ വിഷമം കൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചത്, ഒരു വിരിപ്പ് ഞങ്ങൾ ഉണ്ടാക്കി തരട്ടെ, ഇത് കാണാൻ വയ്യ, പറ്റുന്നില്ല, സൈക്കിളിലെ ഞങ്ങൾക്ക്. റസൂൽ ചോദിച്ച ഒരു ചോദ്യം ഉണ്ട്, ഞാൻ ഈ ദുനിയാവുമായിട്ട് എന്ത് ബന്ധം? ഞാനൊരു യാത്രക്കാരൻ, ഈ മരത്തിന്റെ തണലിൽ പിന്നെ വിശ്രമിക്കാനിരുന്നവനാണ്, അത് കഴിഞ്ഞാൽ ഞാൻ പോവും. പ്രിയമുള്ളവരെ, ദുനിയാവാകുന്ന ഈ വലിയ വൃക്ഷമുണ്ടല്ലോ, ഈ വൃക്ഷത്തണലിൽ വിശ്രമിക്കാൻ എത്തിയവരാണ് നമ്മൾ. വിശ്രമ സമയം കഴിഞ്ഞാൽ അത് വിട്ടുപോകേണ്ടി വരും, ഒരു സംശയവും വേണ്ട. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, നല്ല ബെഡ്, നല്ല കിടക്ക, നല്ല വിരിപ്പ്, ഇതൊക്കെ നമുക്കുണ്ട് നമ്മുടെ വീടുകളിൽ. അതൊന്നും ഉപേക്ഷിച്ച് നാളെ മുതൽ പിന്നെ ഓലയെടുത്ത് കിടന്ന് ഉറങ്ങാൻ പറഞ്ഞതല്ലത്, അങ്ങനെ ചിന്തിക്കണ്ട. പക്ഷേ ആ മിനുസമുള്ള ബെഡിൽ, ആ നല്ല വിരിപ്പിൽ കിടന്നുറങ്ങുമ്പോൾ ഒരു ഓർമ്മ വേണം. എന്താണ് ആ ഓർമ്മ? ഈ വിരിപ്പ് എനിക്കെന്നും ശാശ്വതമല്ല, ഈ മുറി എനിക്കെന്നും ശാശ്വതമല്ല, എന്റെ ശാശ്വതമായ മുറിയിലേക്ക് എനിക്ക് പോകേണ്ടി വരും. അവിടെ വിരിപ്പുണ്ടാവില്ല, ഒരാളും കബറിന്റെ ഉള്ളിൽ വിരിപ്പ് വിരിച്ചു തരില്ല, മണ്ണ് മാത്രമായിരിക്കും. ആ മണ്ണിൽ ഞാൻ പോയി കിടക്കേണ്ടവനാണ് എന്നുള്ള ഒരു ഓർമ്മയും ബോധവും നമ്മിൽ വരുമ്പോൾ നമ്മൾ എല്ലാം മറന്ന് അള്ളാഹുവിലേക്കും പരലോകത്തിലേക്കും നമ്മുടെ ചിന്ത പോകും. ഇതൊന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് വരുമ്പോഴാണ് ദുനിയാവ് എന്നുള്ള ചിന്തയിൽ മാത്രം ജീവിച്ചു പോവുക. അവിടെയാണ് നമുക്ക് പരാജയമുണ്ടാവുക. അതുകൊണ്ടാണ് ഒരിക്കലും നമ്മുടെ ആത്യന്തിക ലക്ഷ്യം ദുനിയാവ് ഹയാത്തു ദുനിയ ആകരുത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ ആജ്ഞാനുവർത്തികളായി ജീവിക്കുവാൻ ഞാൻ ഉണർത്തുന്നു. ഒരിക്കൽ മഹാനായ സഹാബി അബ്ദുല്ലാഹി ഇബ്നു ശഖീർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ ചെന്നു. അപ്പോൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൽഹാക്കുമുത്ത തകാസുർ എന്ന അധ്യായം ഓതിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും അറിയാവുന്ന അധ്യായമാണല്ലോ. പെരുമ നടിക്കൽ നിങ്ങളെ അശ്രദ്ധമാക്കി കളഞ്ഞിരിക്കുന്നു. ഏതുവരെ? ഹത്താ സുർത്തുമുൽ മഖാബിർ, നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കുന്നത് വരെ, മരിക്കുന്നത് വരെ എന്നർത്ഥം.
ഇത് ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് അബ്ദുല്ലാഹിബ്നു ഷിഖീർ എന്ന് പറയുന്ന സഹാബി കടന്നു ചെല്ലുന്നത്. ഓതൽ നിർത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെയും നിങ്ങളുടെയും സ്വഭാവം പറയുകയാണ് റസൂൽ. മനുഷ്യന്റെ സ്വഭാവം മൊത്തത്തിൽ മനുഷ്യൻ പറയും മാലി മാലി, ആകെ ജീവിക്കുന്ന അതിനു വേണ്ടി എന്റെ സ്വത്തേ എന്റെ സമ്പത്തേ, മാലി മാലി, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ. എന്റെ ധനമേ എന്റെ ധനമേ, 1 10 10 100 100 ലക്ഷം, അങ്ങനെ അങ്ങോട്ടുള്ള ആ ചിന്ത. റസൂൽ ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞു, മാല് വേണ്ടാന്നൊന്നും ഈ പറഞ്ഞതിന് അർത്ഥമില്ല, വേണം. നല്ല മനുഷ്യന് ധനം ഉണ്ടാകൽ ഏറ്റവും നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലൊന്നും പ്രശ്നമില്ല. എന്നിട്ട് റസൂൽ പറയാണ്, യബ്ന ആദം മനുഷ്യ, മിൻ മാലിക്, നിന്റെ ഈ മാല് മാല് എന്ന് പറയുന്നതിന് നിനക്ക് എന്താ ഉള്ളത്? ഇല്ലാമാ അക്കൽത ഫഅഫ്നൈത, നീ തിന്ന് നശിപ്പിച്ചതല്ലാതെ. ഔ ലബിസ്ത ഫഅബ്ലൈത, നീ ധരിച്ച് നുരുമ്പിച്ച് കളഞ്ഞതല്ലാതെ, കീറിക്കളഞ്ഞതല്ലാതെ. തിന്നത്, ഭക്ഷിച്ചത്, കൊടുത്തത്, അതല്ലാതെ പിന്നെ എന്താ നിനക്കുള്ളത്? ലാസ്റ്റ് പറഞ്ഞു, ഔ തസദ്ദഖ്ത ഫഅംളൈത, നീ ദാനധർമ്മം ചെയ്ത് അവശേഷിപ്പിച്ചത്. തിന്നത് പോയി, കൊടുത്തത് നുരുമ്പിപ്പോയി, അവശേഷിക്കുന്നതിന്റെ ആ പ്രയോഗം ശ്രദ്ധിക്കണം. മറ്റേത് രണ്ടും പ്രയോഗിച്ചത് 1 അഫ്നൈത, 2 അബ്ലൈത. മൂന്നാമത് ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഫഅംളൈത, നീ അവശേഷിപ്പിച്ചതെന്നാ പറഞ്ഞത്. നമ്മളൊക്കെ സാധാരണ ദാനധർമ്മം ചെയ്യുമ്പോൾ തീർന്നു പോകുന്നു വിചാരിക്കുന്ന ആൾക്കാരല്ലേ നമ്മളൊക്കെ. ഈ പ്രയോഗം ശ്രദ്ധിക്കുക. ഇതല്ലാതെ ആ മാല് നിന്ന് നിനക്ക് അവശേഷിക്കുന്നത് അതല്ലാതെ വേറൊന്നുമില്ല. എന്നുവെച്ചാൽ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി വിനിയോഗിച്ചതെന്തോ അതേ ഉണ്ടാവൂ എന്നുള്ള ഒരു മെസ്സേജാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകി. അതുകൊണ്ട് ഈ ധനവും കെട്ടിപ്പിടിച്ച് ഇവിടെ ഇരിക്കൂല, നമ്മൾ പോകേണ്ടി വരും. നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ വെള്ളത്തുണി കൊണ്ട് മൂടിക്കഴിഞ്ഞ് നമ്മളുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ സ്നേഹിതന്മാർ, നമ്മളുടെ ബന്ധുമിത്രാദികൾ നമ്മളെ കൊണ്ടുപോയി ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ, ആ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ പേര് തന്നെ മാറി പിന്നെ വേറൊരവസ്ഥയിലേക്ക് നമ്മൾ മാറുകയാണ്. എങ്ങനെങ്കിലും ഖബറടക്കിയിട്ടല്ലാതെ ഇനി ജീവിച്ചിരിക്കുന്നവർക്ക് വേറൊരു മാർഗമില്ല എന്നുള്ള അവസ്ഥയിലേക്ക്, അതല്ലേ ദിനേന എന്നോണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരവസ്ഥയിലേക്ക് നമ്മളും പോകും. അപ്പോൾ നമ്മളുടെ കൂടെ എന്തെങ്കിലും ഉണ്ടാകണം ഒപ്പം. അതാണ് ഈ പറഞ്ഞതിൻ്റെയൊക്കെ ആകത്തുക. ആ ഉള്ളത് നല്ലതായിരിക്കണം. അതാണ് വഅമില ലിമാ ബഅദൽ മൗത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിന്റെ പൊരുള്. ധനം അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്, ആരോഗ്യം അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്, സന്താനങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. ഈ ഭൗതിക ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്നത് എന്തും അള്ളാഹുവിൻ്റെതാണ്. ആ അള്ളാഹു നിശ്ചയിച്ചത് ആസ്വദിച്ച് സുഖിച്ച് നന്നായി ജീവിച്ച് നന്നായി ലോകത്തോട് വിട പറഞ്ഞു പോകുന്ന അവസ്ഥയെക്കുറിച്ചുള്ള ചിന്ത ഉറങ്ങാൻ കിടക്കുമ്പോഴും ഉണർന്നെഴുന്നേൽക്കുമ്പോഴും യാത്ര പുറപ്പെടുമ്പോഴും യാത്രയിൽ നിന്ന് തിരിച്ചു വരുമ്പോഴും പള്ളിക്കകത്ത് വരുമ്പോഴും പള്ളിയിൽ നിന്ന് പുറത്തു പോകുമ്പോഴും അങ്ങാടിയിലൂടെ നീങ്ങുമ്പോഴും എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം അതിലേ നമുക്ക് വിജയമുള്ളൂ എന്നുള്ള വളരെ വ്യക്തമായ ഒരു സന്ദേശം എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുന്നു. ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഓർമ്മയോടുകൂടി ജീവിക്കാനും മരിക്കുവാനും നമുക്കേവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. പ്രാർത്ഥനയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇന്ന് നമ്മളുടെ ഈ റിലീഫ് ഫണ്ടിലേക്കുള്ള കളക്ഷന്റെ ദിവസമാണ്. ആ കാര്യമൊന്ന് ഉണർത്തുന്നു. കഴിവിന്റെ പരമാവധി എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്യുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഒരു വ്യക്തിയെ ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ച് ഞാൻ അനുസ്മരിക്കുകയാണ്. ഡോക്ടർ അബ്ദുർ റസാഖ് സേഠ്. അദ്ദേഹം ഹൃദയം അറിഞ്ഞ് സ്നേഹിച്ച ഒരു മഹാവ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ ഈ 1ാമത്തെ സഫിൽ എപ്പോഴും നമ്മുടെ ഒപ്പം ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പം കഴിഞ്ഞ ദിവസം അദ്ദേഹം മരണപ്പെട്ടു പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ബർസഖിയായ ജീവിതം അല്ലാഹു പ്രകാശപൂരിതമാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തെയും നമ്മളെയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുടെ രോഗങ്ങളെ അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ.
പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങളെ അള്ളാഹു അകറ്റിക്കൊടുക്കുമാറാകട്ടെ. ഫലസ്തീനിൽ പ്രയാസം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന, ഒരുപാട് യാതനകൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു മോചനവും മുക്തിയും മോക്ഷവും എളുപ്പം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ശത്രുക്കളിൽ നിന്നുള്ള വിജയം അള്ളാഹു അതിവിദൂരമല്ലാതെ അള്ളാഹു നൽകി സഹായിക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പകർച്ചവ്യാധികളിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ബുദ്ധിമുട്ടുകളിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സർവോപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അള്ളാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا أن الحمد لله رب العالمين.